NDAക്ക് മേധാവിത്വം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ MIM പൂർവാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ മത്സരിച്ച് കുറേയേറെ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാവുന്ന മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പറയുന്നു. മോദിയെ അനുകൂലിക്കുന്ന കേന്ദ്ര BJP സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകളിലൂടെ ഒരു വ്യാജ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നു. എന്റെ ഒരു ചോദ്യം, വ്യക്തമായ മേൽക്കൈ ഭൂരിപക്ഷം ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ്. അങ്ങനെ അല്ല സംഭവിക്കുന്നത് എങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയവരും ഒപ്പീനിയൻ പോൾ നടത്തിയവരും തലയിൽ മുണ്ടിട്ട് ഇറങ്ങേണ്ടി വരും. മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം പ്രതിപക്ഷത്തെയാണ് മുൻകാലങ്ങളിലൊക്കെ സഹായിച്ചത് എന്നാണ് പൊതു നിഗമനം. ബുധനാഴ്ച പുറത്തുവന്ന ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിൽ ബീഹാറിൽ ഫോട്ടോ ഫിനിഷ് ആകുമെന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ബീഹാറിൽ NDA 121 മുതൽ 141 വരെ സീറ്റുകൾ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം. മഹാസഖ്യത്തിന് 98 മുതൽ 118 വരെ സീറ്റുകളും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിക്ക് പരമാവധി ഒരു സീറ്റ് മാത്രമാണ് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത്. ആകെ വോട്ട് വിഹിതത്തിൽ NDAക്ക് ഇത്തവണ 43% വോട്ട് ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. മഹാസഖ്യത്തിന് 41% വോട്ട് വിഹിതം ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഒപ്പമുള്ളത്. പ്രേക്ഷകരോട് ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിലെ എക്സിറ്റ് പോളുകളും ബീഹാറിലെ ചില സോഴ്സുകളും വഴി ശേഖരിച്ച വിവരങ്ങളും പ്രകാരമാണ് ഈ ഒരു ചർച്ച. NDAക്ക് വലിയ വിജയസാധ്യത ഇപ്പോഴും ബീഹാറിൽ ഉണ്ടെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തന്നെയാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും NDAക്ക് അവിടെ ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് തള്ളിക്കളയുന്നില്ല. ആരാണ് വിജയിക്കുക ആരാണ് തോൽക്കുക എന്നൊന്നും പ്രവചിക്കാൻ ഞങ്ങൾ ആരുമല്ല. നാളെ ഈ ഒരു സമയമാകുമ്പോൾ ബീഹാറിൽ ആര് ഭരണത്തിൽ എത്തുമെന്ന് കൃത്യമായി തീരുമാനത്തിൽ എത്തിയിട്ടുമുണ്ടാകും. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ പ്രവചനമാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം. ഇന്നലെ പുറത്തുവന്ന ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേ ഫലം ഇഞ്ചോട് ഇഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അത്തരത്തിൽ ഒരു സൂചന നൽകുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ 43% വോട്ടർമാരുടെ പിന്തുണ NDAക്കാണ്. തൊട്ടുപിന്നിൽ 41% പിന്തുണ മഹാസഖ്യത്തിനും പ്രവചിക്കുന്നുണ്ട്. വോട്ടർമാരിൽ പുരുഷന്മാരുടെ പിന്തുണ കൂടുതൽ മഹാസഖ്യത്തിന് പ്രവചിക്കുമ്പോൾ സ്ത്രീകൾ NDAക്കൊപ്പമാണ്. ജാതി തിരിച്ചുള്ള കണക്കുകളിൽ NDAയാണ് മുന്നിൽ. ഇത് അട്ടിമറി വിജയ സൂചനകൾ നൽകുന്നതാണോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഇവിടെ. ജാതി തിരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്, അവിടെ NDAക്ക് മേധാവിത്വം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. കാരണം യാദവിതര OBCകളുടെയും മഹാദളിതുകളുടെയും ദളിതുകളുടെയും അതുപോലെ മുന്നാക്ക വിഭാഗക്കാരുടെയും ഒക്കെ പിന്തുണയുള്ള പാർട്ടികളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലുള്ളത്. ഉദാഹരണത്തിന് BJP കൊണ്ടുവരുന്ന മുന്നാക്ക വോട്ടുകൾ, ഠാക്കൂർമാരുടെ വോട്ടുകൾ, ബനിയ കമ്മ്യൂണിറ്റി ട്രേഡേഴ്സ് ആണ് അവരുടെ വോട്ടുകൾ, ഭൂമിഹാർ വോട്ടുകൾ, ഇതെല്ലാം പരമ്പരാഗതമായി NDA സഖ്യത്തിന് ലഭിക്കുന്നതാണ് BJPയിലൂടെ. അതുപോലെ നിതീഷ് കുമാർ, യാദവിതര OBCകൾക്കാണ് വലിയ മേൽക്കൈ. യാദവരെക്കാളും കൂടുതൽ എണ്ണം യാദവ് ഇതര OBCകളാണ്. അവർ ശക്തമായ വിഭാഗങ്ങളാണ്. കുർമികൾ, കൊയ്രികളൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതോടൊപ്പം തന്നെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ് ECB അവരുടെയും പൊതുവെ പിന്തുണ നിതീഷ് കുമാറിനെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. ദളിതുകളുടെ ഒരു നമ്പർ കൊണ്ടുവരാൻ ചിരാഗ് പാസ്വാന് കഴിയും. ലോക് ജനശക്തി പാർട്ടിയിലൂടെ മഹാദളിതുകളുടെ പിന്തുണയുള്ള ജിതിൻ റാം മാഞ്ചിക്ക് അങ്ങനെയും കഴിയും. കുശ്വാഹകളുടെ പിന്തുണ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയിലൂടെ കൊണ്ടുവരാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, വളരെ മുൻപ് തന്നെ NDA അവരുടെ സോഷ്യൽ ബേസ് ഇൻടാക്റ്റായി നിലനിർത്തി. ആ സോഷ്യൽ ബേസിൽ കാര്യമായ മാറ്റം വന്നു എന്ന് കാണാനാവില്ല. തെരഞ്ഞെടുപ്പിലും അതൊരു പക്ഷേ പ്രതിഫലിക്കേണ്ടതുമാണ്, പ്രതിഫലിച്ചിരിക്കാം. മറുപക്ഷത്തെ ഇന്ത്യ മുന്നണിയിൽ രണ്ട് പ്രധാന കമ്മ്യൂണിറ്റീസാണ്. യാദവ് കമ്മ്യൂണിറ്റി, അതാണ് RJDയുടെ ബേസ് എന്ന് പറയുന്നത്. അവരിപ്പോഴും കട്ടക്ക് ഇന്ത്യ സഖ്യത്തോടൊപ്പം ലാലുവിനോടും റാബ്രിയോടും തേജസ്വിയോടും ഒപ്പം നിൽക്കുകയാണ്. കോൺഗ്രസിനെ കൊണ്ടുവരാൻ ആവുന്നത് മുസ്ലിം വോട്ടുകളും മറ്റു ചില ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ബീഹാറിലുമുണ്ട്. അപ്പൊ ആ വോട്ടുകളാണ്. പക്ഷെ അത് ചിതറി നിൽക്കുകയാണ്. സംഘടനാ സംവിധാനം ദുർബലമാണ്. മുസ്ലിം വോട്ടുകൾ RJDയിലേക്കും കോൺഗ്രസിലേക്കും വരും, മറ്റൊരിടത്തേക്കും പോകാൻ സാധ്യത ഇല്ല. പക്ഷെ അസദുദ്ദീൻ ഒവൈസിയുടെ MIM പൂർവാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ സീമാഞ്ചൽ
മേഖലയിൽ ഉൾപ്പെടെ മത്സരിച്ച് കുറേയേറെ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാവുന്ന മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്നതും തെരഞ്ഞെടുപ്പ് ഫലം കാട്ടുന്നു. കാരണം അതേഴ്സ് എന്ന കാറ്റഗറിയിൽ ഒരു 7-8 സീറ്റുകൾ കാണുന്നു മിക്ക സർവേകളിലും. ഈ അതേഴ്സ് എന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ജൻസ്വരാജ് അല്ല, ജൻസ്വരാജ് പാർട്ടിക്കും പുറമേയുള്ള അതേഴ്സ് എന്ന ഗണത്തിൽ ജൻസ്വരാജ് പാർട്ടിയേക്കാൾ കൂടുതൽ നമ്പർ പ്രൊജക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ MIM-നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റുണ്ട്, ഒരുപക്ഷെ അത് കുറയാം. പക്ഷേ അവർ കട്ട് ചെയ്യുന്ന വോട്ട് എല്ലാം ഇന്ത്യ മുന്നണിയുടേതായിരിക്കും. അതുകൊണ്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ മെച്ചപ്പെട്ട ഒരു മേൽക്കൈ ലഭിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് എന്ന് തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ റിസൾട്ട് കാട്ടുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും വൈകി വന്ന ബുധനാഴ്ച, ഏറ്റവും വൈകി, മറ്റെല്ലാം ചൊവ്വാഴ്ച വന്നു, ബുധനാഴ്ച വന്ന എക്സിറ്റ് പോൾ റിസൾട്ട് അത് കുറച്ചുകൂടി ക്ലോസ് ഫൈറ്റ് ആണ്. 43% പിന്തുണ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും 41% പിന്തുണ ഇന്ത്യ മുന്നണിക്കും, അതായത് മഹാഗഠബന്ധനും. അപ്പോഴും 2% വ്യത്യാസമുണ്ട്. 2% വോട്ട് ഷെയറിലെ വ്യത്യാസം നെക്ക് എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 0.22% മാത്രമായിരുന്നു വ്യത്യാസം. അപ്പൊ ഇവിടെ 2% എന്ന് പറഞ്ഞ കൃത്യമായ ഒരു മേൽക്കൈ തന്നെയാണ്. പക്ഷെ ഒരു ഹൈപ്പ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രതീതി അവിടെ നൽകുന്നു എന്ന് മാത്രമാണ് ഈ സർവേയും ആക്സിസ് മൈ ഇന്ത്യ സർവേയും പ്രൊജക്ട് ചെയ്യുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബീഹാറിൽ മേൽക്കൈ ഉണ്ട് എന്ന് തന്നെയാണ്. നിതീഷ് കുമാറിന് അവിടെ മേൽക്കൈ ഉണ്ട് എന്നാണ്. ഇതൊന്നും എന്റെ അഭിപ്രായമല്ല, ദയവായി എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കരുത്. എന്റെ അഭിപ്രായമല്ല. യഥാർത്ഥ വോട്ടെടുപ്പ് കൗണ്ടിങ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫലത്തെക്കുറിച്ച് സൂചനകൾ ലഭിക്കൂ. പക്ഷെ ഇതെല്ലാം തന്നെ ഇപ്പൊ പറയുന്ന ഗോദി മീഡിയ പറയുന്നു, മോദിയെ അനുകൂലിക്കുന്ന കേന്ദ്ര BJP സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകളിലൂടെ ഒരു വ്യാജ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നു. എന്റെ ഒരു ചോദ്യം, അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ ഒരു ചിത്രം മുന്നോട്ട് വെച്ചാൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയും. എക്സിറ്റ് പോളിൽ ആര് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു വോട്ടറെയും സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സാഹസം കാട്ടുന്നത് എന്ന ന്യായമായ ഒരു ചോദ്യം പ്രേക്ഷകരോടൊപ്പം ഞാനും ചോദിക്കുകയാണ്. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ മാത്രം കണ്ടാൽ മതിയാകും. ഒരു ഹൈപ്പ് ജനറേഷൻ എന്നതും അക്ഷമരായി ഇരിക്കുന്ന, ഇത് കാണാൻ ഫലമറിയാൻ വെമ്പി നിൽക്കുന്ന ആളുകൾക്ക് ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് കൂടുതലായി ഒരു വലിയ ഒരു സ്വാധീനമില്ല. പക്ഷേ ഒരു ദിശാസൂചിക എന്ന നിലയിൽ പലപ്പോഴും ദേശീയ തലത്തിൽ എക്സിറ്റ് പോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബീഹാറിൽ അത് അത്ര പ്രസക്തമല്ല എങ്കിലും. ഓക്കെ, ചൊവ്വാഴ്ച പുറത്തു വന്ന 9 എക്സിറ്റ് പോളുകളുണ്ട്. അതിൽ 7 എണ്ണവും NDAക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ സർവേ പ്രകാരം 133 മുതൽ 159 സീറ്റുകൾ വരെ NDA നേടുമെന്നും മഹാസഖ്യം 75 മുതൽ 101 സീറ്റുകൾ വരെ പിടിക്കുമെന്നുമൊക്കെയാണ് പ്രവചനം. NDA 147 മുതൽ 167 സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം 70 മുതൽ 90 വരെ സീറ്റുകളും മറ്റുള്ളവർ 2 മുതൽ 6 വരെ സീറ്റുകളും നേടുമെന്ന് മാട്രസ് സർവേയും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിന്റെ ചരിത്രത്തിൽ മിക്ക എക്സിറ്റ് പോളുകളും തെറ്റിയിട്ടുണ്ട്. അതാണ് ഒരു ചരിത്രം. ഇത്തവണ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണോ? അതൊന്നും തീർത്ത് പറയാനാവില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാം. എങ്ങനെയാണ് പ്രവചിക്കാനാവുക? എക്സിറ്റ് പോളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ബീഹാറിൽ കൂടുതൽ തെറ്റായിരുന്നു. എക്സിറ്റ് പോൾ ഫലം അനുസരിച്ചല്ല യഥാർത്ഥ ഫലം വന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മുൻകാലങ്ങളിൽ എക്സിറ്റ് പോളുകൾ ചിതറി നിന്നിരുന്നു. കൂടുതൽ എക്സിറ്റ് പോളുകൾ പറയുന്ന ഫലമല്ല യഥാർത്ഥത്തിൽ വന്നത് എന്ന് പറയാം. ഇപ്രാവശ്യം ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും കൃത്യമായ ഒരു മേൽക്കൈ അഥവാ വ്യക്തമായ ഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൽപ്പിച്ചു നൽകുന്നു. മാജിക് നമ്പേഴ്സ് നമുക്ക് നോക്കാം. ആകെ സീറ്റുകൾ 243. ഒരു മുന്നണിക്ക് വിജയിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ട നമ്പർ 122. ഏറ്റവും കുറവ് സീറ്റുകൾ 130 സീറ്റുകളാണ്. ഈ സർവേകളെല്ലാം എടുത്തു നോക്കുമ്പോൾ 130 മേലെയാണ് എല്ലാ സർവേകളിലും NDAയുടെ നമ്പേഴ്സ്. അതിനർത്ഥം എല്ലാ സർവേകളും ഒരു കാര്യത്തിൽ യോജിക്കുന്നു. NDA മുന്നണി ബീഹാറിലേക്ക് അധികാരത്തിലേക്ക് എത്തുന്നു, ഒരിക്കൽ കൂടി എത്തുന്നു. നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി ഒരുപക്ഷെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ കണക്കുകളിൽ വലിയ ഒരു വൈജാത്യമുണ്ടാകും. തങ്ങളുടെ വോട്ട് ബേസ് ഇൻടാക്റ്റ് ആണ്. കാരണം വലിയ ജനക്കൂട്ടമാണ് തേജസ്വി യാദവിന്റെ സമ്മേളനങ്ങളിൽ, രാഹുൽ ഗാന്ധിയുടെ യോഗങ്ങളിൽ വന്നത്. ഈ ജനക്കൂട്ടമെല്ലാം വോട്ടാകും എന്നാണ് വിശ്വാസം. ഇനി പരാജയപ്പെട്ടാൽ BJP ആരോപിക്കുന്നത് പോലെ വോട്ട് ചോരി, വോട്ട് മോഷണം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മുൻകൂട്ടി പറയാൻ അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കാൻ ഉള്ള അവസരം കൂടിയല്ലേ എന്നൊക്കെ BJP ആക്ഷേപിക്കുന്നതുമുണ്ട്. അതെന്ത് തന്നെയായിരുന്നാലും ശരി,
ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല ഒരു സർവേയും പ്രവചിക്കുന്നത്. വ്യക്തമായ മേൽക്കൈ ഭൂരിപക്ഷം ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ്. അങ്ങനെ അല്ല സംഭവിക്കുന്നത് എങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയവരും ഒപ്പീനിയൻ പോൾ നടത്തിയവരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. കാരണം എല്ലാ സർവേകളും, ഒരൊറ്റ സർവേ പോലും പറയുന്നില്ല ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ട് എന്ന്. മുൻകാലങ്ങളിൽ ചില സർവേകൾ പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ, മറ്റു ചില സർവേകൾ പറഞ്ഞു NDAക്ക് മേൽക്കൈ. ഇപ്രാവശ്യം അങ്ങനെയല്ല. അതുകൊണ്ടാണ് എക്സിറ്റ് പോളുകളിൽ എന്തെങ്കിലും കഴഞ്ചൊരു വിശ്വാസം ജനങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതുപോലും പോകുന്ന രീതിയിലായിരിക്കും. മറിച്ചൊരു ഫലം വന്നാൽ, ഇന്ത്യ മുന്നണി വന്നാൽ അത് വൻ അട്ടിമറി ആയിരിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്നാണ് മഹാസഖ്യം വാദിക്കുന്നത്. 2 ഘട്ടത്തിലെയും റെക്കോർഡ് പോളിംഗ് എന്തുകൊണ്ട് സംഭവിച്ചു? പോളിംഗ് ശതമാനം ഉയരാൻ എന്തൊക്കെ ഘടകങ്ങൾ ഇടയാക്കി? പോളിംഗ് ശതമാനം ഉയരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ രാഷ്ട്രീയ അവബോധം കൂടുന്നു, മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, മെച്ചപ്പെട്ട സ്ക്വാഡ് വർക്ക് നടക്കുന്നു. ഇതെല്ലാം ഘടകങ്ങളാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾ സംഭവിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അർഹരായ ആളുകൾ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളൂ. അവരിൽ പലരും വന്ന് വോട്ട് ചെയ്തു. അതുകൊണ്ട് ഹയർ നമ്പേഴ്സ്, മുൻകാലങ്ങളിൽ വലിയ നമ്പർ ഇല്ലാത്ത വോട്ടർമാരാണ്, മരിച്ചുപോയവരാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി വോട്ടേഴ്സ് പെർസെൻറ്റേജ്, വോട്ടിംഗ് പെർസെൻറ്റേജ്, പോളിംഗ് പെർസെൻറ്റേജ് മുൻകാലങ്ങളിൽ കുറവാണ്. അതാണ് പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ ഒരു കാരണമായി പറയാൻ ഉള്ളത്. ഇത് മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം പ്രതിപക്ഷത്തെയാണ് മുൻകാലങ്ങളിലൊക്കെ സഹായിച്ചത് എന്നാണ് പൊതു നിഗമനം. ആന്റി ഇൻകംബൻസി വോട്ട് എന്ന് പറയാം. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ആളുകൾ വളരെ ദൃഢചിത്തരായി വന്ന് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നു. തിരിച്ചും സംഭവിക്കാമല്ലോ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭരണത്തിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടെങ്കിൽ അങ്ങനെയും കൂടുതൽ ആളുകൾ രംഗത്ത് വരാമല്ലോ. അതുകൊണ്ട് പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു എന്നത് എക്കാലത്തെയും മികച്ച 1951 ശേഷമുള്ള ഏറ്റവും മികച്ച പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. അതൊരു സത്യമാണ്, അതൊരു ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ ആണ്. പക്ഷെ അതിനെ വോട്ടായി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഇന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് സഹായകരമാകും എന്നത് വെറും ക്ലെയിം മാത്രമാണ്. ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെയാണ് ഒരു ഫലം ബീഹാറിൽ വരുന്നത് എങ്കിൽ ഇന്ത്യ മുന്നണിക്കകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഐക്യമുണ്ടല്ലോ, അത് നഷ്ടമാകുമോ? ഒപ്പം അത് രാഹുൽ ഗാന്ധിയൊക്കെ ഏത് രീതിയിൽ ബാധിക്കും? ഇന്ത്യ മുന്നണി സാമാന്യം സെറ്റാണ് എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഇളക്കങ്ങളുണ്ട്. പക്ഷേ അത് മമതാ ബാനർജിയും പിന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നിൽക്കുന്നു. തേജസ്വി യാദവിന്റെ പാർട്ടി രാഷ്ട്രീയ ജനതാദൾ തുടക്കം മുതൽ തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ, പണ്ട് UP ആയിരുന്നപ്പോൾ അങ്ങനെയും ഇന്ത്യ മുന്നണി ആയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൂടെയും ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെ BJP ബാന്ധവത്തിന് പോയിട്ടില്ല. ബീഹാറിലെ മറ്റ് കക്ഷികളുടെ കാര്യം ഉറപ്പ് പറയാനാവില്ല. ഇടതുപക്ഷികൾക്ക് BJP പാളയത്തിലേക്ക് ചേക്കേറാനാവില്ല. CPI-ML, CPI, CPM ഈ കക്ഷികൾക്ക് അവരെല്ലാം ചേർന്ന് 30 സീറ്റുകൾ മത്സരിക്കുന്നു എന്ന് കൂടി ഓർക്കുക. പിന്നെയുള്ള സാധ്യത ഇന്ത്യ മുന്നണിയിലെ പുതുതായി വന്ന ഘടകകക്ഷി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, മുകേഷ് സാഹ്നിയുടെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എങ്ങോട്ടും ചായാൻ സാധിക്കും. എവിടെയാണോ അധികാരം അങ്ങോട്ട് ചായാൻ ആ പാർട്ടിക്ക് യാതൊരു ഉളുപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു മാറ്റം അല്ലാതെ ഒരുപക്ഷെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മാറി ചിന്തിക്കാം. ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് 3-4 MLA-മാരുണ്ട്, അപ്പുറത്തോട്ട് പോകണമെന്ന് തോന്നി മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നില്ല. കാരണം വ്യക്തമായ ഭൂരിപക്ഷം NDAക്ക് ഉണ്ട് എങ്കിൽ എന്തിനെ മറ്റൊരു പാർട്ടിയെ കൂടി ചുമക്കണം? അങ്ങനെ ഒരു ചിന്തയുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ കാര്യമായ ഒരു വ്യത്യാസം ബീഹാറിൽ ഉണ്ടാവണമെന്നില്ല. ദേശീയ തലത്തിൽ ജനങ്ങൾ ഇത് കാണുകയാണ്. വൺ ആഫ്റ്റർ ദി അതർ ഇന്ത്യ മുന്നണിക്ക് സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ വിജയസാധ്യത ഉണ്ട് എന്ന് കരുതിയ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോറ്റമ്പി. അത് വോട്ട് ചോരി കൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി തെളിയിക്കാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് ബീഹാറിൽ കൂടി പരാജയപ്പെടും. ബീഹാറിൽ വലിയ പ്രതീക്ഷയാണ്. രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്രയൊക്കെ നടത്തി വൻ തരംഗമല്ലേ സൃഷ്ടിച്ചത്. അതുപോലും വോട്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് ചെയ്താൽ ഇന്ത്യ മുന്നണിയെ ഒന്ന് ദൃഢപ്പെടുത്തിയെടുക്കാം? ഇത് ജനങ്ങളുടെ സാധാരണ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെ ചോദ്യമാണ്, അവരുടെ മനസ്സിലെ ഒരു ചോദ്യമാണ്, എന്ത് ചെയ്താൽ പറ്റും? ഹിന്ദി ഹൃദയഭൂമി കൈവിട്ടാൽ പിന്നെ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചധികാരത്തിൽ വരാൻ സാധിക്കും? ന്യായമായ ചോദ്യമാണ്. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കിട്ടുന്ന, അല്ലെ കുറച്ച് കർണാടകത്തിൽ നിന്നും കിട്ടുന്ന സീറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എത്താൻ കഴിയുക? അതുകൊണ്ട് ദേശീയ തലത്തിൽ ഈ ചോദ്യം കൂടുതൽ മുഴങ്ങിക്കേൾക്കും. ഇന്ത്യ മുന്നണിക്ക് പ്രഹരശേഷിയുണ്ടോ? BJPയുടെ ആകാശത്തെ അല്ലെങ്കിൽ NDA എന്ന ദൃഢമായ സംവിധാനത്തെ തടഞ്ഞു നിർത്താനും മേൽക്കൈ നേടാനും തക്ക ഒരു കഴിവ് വടക്കേ ഇന്ത്യയിൽ
ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്ന് വന്നാൽ ഒരുപാട് പുതിയ പരീക്ഷണങ്ങളിലേക്ക് ഒരുപക്ഷെ നീളാം. കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മൂന്നാം മുന്നണി, പ്രാദേശിക കക്ഷികളുടെ ഒരു മുന്നണി മുൻകാലത്ത് പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി തട്ടിക്കൂട്ടിയെടുക്കാം കോൺഗ്രസുമായി ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണി പൊളിയും. അങ്ങനെയൊന്നും വരുമെന്നല്ല സൂചിപ്പിക്കുന്നത്. പക്ഷേ പുതിയ ചിന്തകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ഇടയിൽ ഉണ്ടായേക്കാം. കാരണം ഈ ഘടകകക്ഷികളാണ് താങ്ങി നിർത്തുന്നത് എന്ന് ഓർക്കണം. തമിഴ്നാട്ടിൽ ഘടകകക്ഷിയായ DMK അല്ലേ ഇന്ത്യ മുന്നണിയെ താങ്ങി നിർത്തുന്നത്? ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി അല്ലേ ഇന്ത്യ മുന്നണിയുടെ മുഖ്യകക്ഷി? ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ ഇല്ലാതെ എന്ത് ഇന്ത്യ മുന്നണി? അപ്പം അവിടെ അതത് സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ NCPയും ശിവസേനയും ഇല്ലാതെ എന്ത് ഇന്ത്യ മുന്നണി? അവിടെ ഒന്നും തന്നെ കോൺഗ്രസ് സീനിയർ പാർട്ണർ അല്ല. കേരളത്തിൽ മാത്രമാണ് ഈ മുന്നണി സംവിധാനം ഉള്ള ഇടങ്ങളിൽ, കേരളത്തിൽ മാത്രമാണ് പിന്നെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ലീഡിംഗ് കക്ഷിയായത്. കർണാടകത്തിൽ ഇന്ത്യ മുന്നണി സംവിധാനം തന്നെ ഇല്ല, കോൺഗ്രസ് ആണ് അവിടെ ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിന്റെ ഒരു കൈപ്പിടിയിൽ. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. അവിടെ മുന്നണിയുടെ ഇഫക്റ്റേ ഇല്ല. അപ്പൊ മുന്നണിയുടെ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഇടങ്ങളിൽ, ബംഗാളിൽ ഇന്ത്യ മുന്നണിയാണ് മമതാ ബാനർജി ആണെന്നും അല്ലെന്നും പറയുന്നു. പക്ഷെ ഒരിക്കലും അവർ ഒരുമിച്ച് ചേർന്ന് മത്സരിക്കില്ലല്ലോ. ഡൽഹിയിൽ എങ്ങനെയാണ് കോൺഗ്രസും ആം ആദ്മിയും ചേർന്ന് മത്സരിക്കുക? ബുദ്ധിമുട്ടല്ലേ? ഇതെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു. പക്ഷേ BJP വിരുദ്ധ പൊളിറ്റിക്കൽ സ്പേസ് എന്ന നിലയിൽ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് എക്കാലത്തും ഒരു അസ്തിത്വം ഉണ്ടാകും. അതിനൊരു സ്പേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തള്ളിക്കളയാനും ആവില്ല. കാണാൻ പോകുന്നത് എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തെ വലിയ മാറ്റമാണ് എന്നാണ് ജൻസുരാജ് നേതാവ് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിന് തെറ്റുമോ? പ്രശാന്ത് കിഷോറിന് പൂർണ്ണമായി അടിപതറി തെറ്റി എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം. വലിയ പ്രതീക്ഷയാണ് ഉയർത്തിയത്. താൻ രണ്ട് മുന്നണികളെയും അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. തന്റെ പാർട്ടി ജൻസുരാജ് സൽഭരണത്തിന് വേണ്ടി ബീഹാർ വോട്ടെഴുതുമ്പോൾ അധികാരത്തിലെത്തും. അങ്ങനെയല്ലല്ലോ കാണുന്നത്. 5% താഴെ മാത്രം പോപ്പുലർ സപ്പോർട്ട് പ്രവചിക്കപ്പെടുന്ന ജൻസുരാജിന് ഒരു സീറ്റും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയില്ല. കിട്ടിയാൽ തന്നെ അത് ഏതാനും പോക്കറ്റുകളിൽ മാത്രം സ്വാധീനം ഒതുങ്ങുന്നു. അതുകൊണ്ട് ഒരു വൻ പരീക്ഷണം ബീഹാറും വിട്ട് മറ്റ് ഇടങ്ങളിലേക്ക് പോലും ആം ആദ്മി പാർട്ടി നടത്തിയതുപോലെ ഉള്ള ഒരു ജൻസുരാജ് പരീക്ഷണം, അതിനുള്ള സ്കോപ്പ് പൂർണ്ണമായി അവസാനിക്കുകയാണ്. ഇതൊരു വൺ ടൈം വണ്ടർ എന്ന നിലയിൽ ജൻസുരാജ് പരീക്ഷണം അവസാനിക്കാനാണ് സാധ്യത എന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന് വേണമെങ്കിൽ രാഷ്ട്രീയ അനലിസ്റ്റ് എന്ന തന്റെ പഴയ ലാവണത്തിലേക്ക് മടങ്ങിപ്പോകാം. അല്ല എങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി ഉള്ള ചാവേറായി, അല്ലെങ്കിൽ സ്കീമറായി, പ്ലോട്ടറായി, പ്ലാനറായി വേണമെങ്കിൽ നിൽക്കാം. പല രാഷ്ട്രീയ കക്ഷികളെയും അധികാരത്തിലെത്തിക്കാൻ, ഈവൻ നരേന്ദ്രമോദിയെ പോലും 2014 ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിക്കാൻ മുദ്രാവാക്യങ്ങൾ രൂപീകരിച്ചതും തന്ത്രങ്ങൾ വിലഞ്ഞതും ഒക്കെ പ്രശാന്ത് കിഷോറാണ്. ആ റോളാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ചേരുക എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. എന്തായാലും എക്സിറ്റ് പോളുകൾക്ക് അപ്പുറമുള്ള ബീഹാർ ജനതയുടെ യഥാർത്ഥ വിധി ഒരു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ വെളിപ്പെടും. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും, തേജസ്വിയുടെ പ്രതീക്ഷകൾ തെറ്റിയോ എന്ന കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.